ഇന്ന് നല്ലൊരു കുള്ളം പ്ലാവിൻ്റെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്ന നല്ലൊരു കുള്ളം പ്ലാവിൻ്റെ ഒരു കമ്പെടുത്തിട്ട് സാധാരണ പ്ലാവിലൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാം. വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ്. 2 വർഷം ആകുമ്പോഴേക്കും ഇത് കായ്ക്കാൻ തുടങ്ങും. 3 വർഷമൊക്കെ ആകുമ്പോൾ 3 വർഷമായ പ്ലാവാണ്. ഒരു 30 ചക്ക ഓരോ പ്ലാവിലും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഈ 2 ചെറിയ ശിഖരങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചപ്പ് കൂടെയുള്ള പച്ച നിറത്തിലുള്ള മുകുളങ്ങളുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരു പീസാണ് നമ്മൾ എടുക്കുന്നത്. എന്തായാലും ഇതിൻ്റെ സൈഡ് വശം ഇലയ്ക്ക് ഒരു ഹാഫായിട്ട് സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആദ്യം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ബഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇതുപോലെ ഇലയൊന്ന് സൈഡ് വശം എല്ലാം കട്ട് ചെയ്യുക. അതിന് ശേഷം ഒരു ചെറിയ പീസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്ഥലത്ത് ചെന്നതിന് ശേഷം മാത്രം അത് വി ഷേപ്പിൽ ഗ്രാഫ്റ്റിങ്ങിന് സെറ്റ് ചെയ്താൽ മതി. ഇവിടുന്ന് നമ്മളത് ചെയ്യുന്നില്ല. നമ്മളിപ്പം ഈ നാടൻ പ്ലാവിൻ്റെ ഈ കാണുന്ന വലിയ നാടൻ പ്ലാവിൻ്റെ ഒരു ചെറിയ കമ്പിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇലയെല്ലാം കട്ട് ചെയ്തു. ആദ്യത്തെ ആ നൈസായിട്ടുള്ള പച്ച കളറിലുള്ള ഒരു ഇളം തണ്ടിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് വി ഷേപ്പ് ഫസ്റ്റ് തന്നെ ഒന്ന് വി ഷേപ്പിലാക്കിയെടുക്കാം. പ്ലാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വരുന്ന മുളഞ്ഞീൻ എല്ലാം ശരിക്ക് ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് തൊട്ട് എടുത്തതിന് ശേഷം മാത്രമേ ഗ്രാഫ്റ്റിങ്ങിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും മുളഞ്ഞീൻ അതിനകത്തോട്ടോ വരുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസും ഇതിൽ കാണുന്ന പീസും ഏകദേശം ഒരേ തിക്നെസ് എല്ലാം ഏകദേശം സെയിമാണ്. തോല് തമ്മിൽ മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഭാഗമാണോ കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്ത് കട്ട് ചെയ്ത് എടുത്ത് കളയുക. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അതിന് വരുന്ന പാല് മുളഞ്ഞീനെല്ലാം എടുത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് തൂത്ത് കളഞ്ഞതിന് ശേഷം മാത്രം കീറിയെടുക്കുക. അല്ലെങ്കിൽ ആ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗത്തോട്ട് മുളഞ്ഞീനും വെള്ളമൊക്കെ കയറി അത് ബഡ് പിടിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം സൈഡെല്ലാം ക്ലിയറായി. ഇനി നമുക്ക് എടുത്തിട്ട് ടിഷ്യൂ വെച്ചെല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്കത് കീറിയെടുക്കാം. ഇപ്പം ഗ്രാഫ്റ്റിങ് ചെയ്യേണ്ട കീറലെല്ലാം കറക്റ്റായി, അതിനകത്ത് കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തോലൊക്കെ മുട്ടിയാണ് നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ലാമിനേഷൻ ഷീറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ചുറ്റി നല്ല പോലെ ഒന്ന് ചുറ്റി ക്ലിയറാക്കി എടുക്കാം. കറക്റ്റ് ആ ലാമിനേഷൻ ഷീറ്റ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും സേഫ്റ്റി ആയിരിക്കും. കാരണം ബാക്കിയുള്ള ഷീറ്റുകളിലെല്ലാം വെള്ളം അകത്തോട്ട് കയറുകയും 1 ഇഞ്ച് തിക്കുള്ള 1 ഇഞ്ച് വീതിയുള്ള ലാമിനേഷൻ ഷീറ്റാണ് ഏറ്റവും സേഫ്. കാരണം മറ്റ് ഷീറ്റ് വീതി കൂടുതലുണ്ടെങ്കിൽ ഒരുപക്ഷെ സൈഡിൽ കൂടെ എയർ കയറാനും വെള്ളം കയറാനും എല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ 1 ഇഞ്ച് ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഞാനൊരു ചെറിയ സൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ മേലോട്ട് ചുറ്റുന്നത്.
ഇത് 3 പ്രാവശ്യം 2 പ്രാവശ്യം നൈസായിട്ട് ചുറ്റിയിട്ടുണ്ട്. മേലെ ഒരു 2 ഇഞ്ച് വീതിയുള്ള ഒരു ടേപ്പും കൂടെ ചുറ്റി ഫിനിഷ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് മേലെ സൈഡും എല്ലാം. അത് തന്നെ ആ ലാമിനേഷൻ ഷീറ്റിൻ്റെ ഒരു പീസ് വലിച്ചിട്ട് തന്നെ നല്ലപോലെ ടൈറ്റാക്കി കെട്ടി നല്ലപോലെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നല്ല എയർ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്തോട്ട് വെള്ളവും കയറില്ല, എയർ വരെ കയറില്ല. ഇത് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു പോളിത്തീൻ ഷീറ്റാണ്, പോളിത്തീൻ്റെ ഒരു കവറാണ്. ഈ കവറ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിവശത്തും വരെ കവർ ചെയ്യുന്നതും കുറച്ച് ഉള്ളുവശത്ത് സ്പേസ് ഉള്ളതുമായിട്ടുള്ള ഒരു കവറായിരിക്കണം, കുറച്ച് നീളമുള്ള. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കവറിനുള്ളിലേക്ക്. കാരണം അതിനകത്തൊരു ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനും ആ ഹ്യൂമിഡിറ്റിയിൽ ഇതിന് മുളയും കാര്യങ്ങളും എല്ലാം വരാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കവർ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം മൂടിക്കെട്ടി വെച്ചാലും മതി. അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് അതിനകത്തുള്ള വെള്ളം ഒന്ന് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ ഇട്ട് അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് കിടക്കുകയും വേണം. അടിവശത്ത് ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിവശം എത്തുകയും വേണം. ഇപ്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വീർപ്പിച്ച പോലെ വെച്ചിട്ട് അതിൻ്റെ അടിവശത്ത് ഈ ലാമിനേഷൻ്റെ ഷീറ്റ് തന്നെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്ത് നമുക്ക് ഇപ്പോൾ പുറത്തു നിന്ന് തന്നെ കാണാൻ കഴിയും ഇലകൾ വരുന്നത്. ഇലകൾ വന്ന് 2-3 ഇല വന്ന് കുറച്ച് മൂത്തതിന് ശേഷം മാത്രമേ ഈ കെട്ടഴിച്ച് ഇത് ചെയ്യാൻ പാടുള്ളൂ. പിടിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം. കാരണം പെട്ടെന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഇല വാടി പോവുകയും ചെയ്യും, ഈ ഹ്യൂമിഡിറ്റി മാറിപ്പോവുകയും ചെയ്യും. എന്തായാലും നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 35 ദിവസത്തിന് ശേഷം മാത്രമേ ഈ കവർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്ത് ഇല വരുന്നതും കാര്യങ്ങളുമൊക്കെ ഈ ഗ്ലാസ്സിൽ കൂടെ തന്നെ, ഗ്ലാസ് പോലെയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കവറാണ്, അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും.